അപ്പോൾ ഹലോ ഗൈസ്, ഇറ്റ്സ് ലേറ്റ് ആയിപ്പോയി. പക്ഷേ ലേറ്റ് ആവേണ്ട ലേറ്റസ്റ്റ് അവരുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രത്യേകതരം കഴിവേറിയ കുറച്ച് ആൾക്കാരെ കുറിച്ചാണ്. ടൈറ്റിലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലൂ തരാം ഗൈസ്. ബെഡ്റൂമിൽ വെച്ച് ചെയ്ത ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. അതെ ഗൈസ്, നമ്മുടെ സ്വന്തം ഇൻഫ്ലുവൻസേഴ്സ്. സോറി ഗൈസ്, ആൾ മാറിപ്പോയി. ഇന്റർവ്യൂവേഴ്സ്. കേരളത്തിലെ ഇന്റർവ്യൂവേഴ്സിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് കിസ്സിങ്, ചിലയിടത്ത് കുളിസി, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ പിന്നെ ചിലയിടത്ത് അല്ലേ വേണ്ട കോപ്പ്. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ പോപ്പുലർ ആയതിനു ശേഷം ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ പറ്റി വരികയും ഒരു സാധനമാണ് ഈ വർഗ്ഗം. ഗൈസ്, ഞാൻ ഇതിനകത്ത് പെടും, പക്ഷെ ആരോടും പറയണ്ട കേട്ടോ. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരാൾക്കാണ്. ഇനി ഇവർക്കൊക്കെ എന്താണ് ഇതിന് മാത്രം ഇന്റർവ്യൂ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാല്, ബെഡ്റൂമിൽ വെച്ച് ചെയ്ത ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. മനുഷ്യനായി കഴിഞ്ഞാൽ ഒരു ഡയറി മിൽക്ക് ആർക്ക് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇവർ അടുത്ത പരിപാടി കാണിക്കുന്നത്. എന്താ ചെയ്തത്? അതെ, ഇതിനൊക്കെ ഇന്റർവ്യൂ ചാനലിന് പറയുന്നതിന് പകരം കമ്പി ചാനലിന് പറയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഗൈസ്. ഇതിന്റെ കാര്യത്തിൽ ഈ വാണത്തിന്റെ സോറി ഈ ചേച്ചിക്ക് വേറെ കോമ്പറ്റീഷൻ ചെയ്ത് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് വേറൊരു ചേച്ചിയുടെ എൻട്രി. സോറി ഗൈസ്, ഈ ചേച്ചിയല്ല, ദിസ് ചേച്ചി. നമ്മുടെ സ്വന്തം തൊപ്പിയുടെ സ്വന്തം എന്നാൽ അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ, നാട്ടുകാരെ എത്രമാത്രം വെറുപ്പിച്ച് എന്താ ചെയ്തേ? വെറുപ്പിച്ച് വെച്ചാൽ എല്ലാ വീട്ടിന്റെ അടപ്പിൽ ജനലിന്റെ അടയിലും ജനലിൽ എറിഞ്ഞു പൊളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം. അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലാ അങ്ങനെയൊക്കെ ചെയ്തത്? അതെല്ലാം അതായത് എനിക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. അതെ അതെ, ത്രില്ലർ പടമാണല്ലോ കാണുന്നത്, ക്യൂരിയോസിറ്റി വരാൻ. മടിയോ? അപ്പൊ കുനിയേണ്ട സാഹചര്യം വന്നാൽ കുനിയും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഒന്നുമില്ലല്ലോ, വിവരം കിട്ടാൻ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ ഇത് പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസെങ്കിലും വേണ്ട ഗൈസ്. അതോ ഇനി ചേച്ചിക്ക് ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര ആയതുകൊണ്ടാണോ ഇനി? ഒരു എഡിറ്റിംഗ് ടേബിളിൽ നമുക്കൊരു സാധനം കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു സെൻസ് കാണിക്കണ്ടേ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോൾ. അപ്പൊ അവൻ വാവിട്ട വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവന് എങ്ങനെയും ഫെയിം ആയാൽ മതി. കണ്ടോ ഗൈസ്, വിവരമില്ലാത്ത അണ്ണന് വരെ കാര്യം മനസ്സിലായി. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ സൂക്ഷിക്കാൻ. ഫ്ലാഷ് ബാക്ക്. എടാ, നീ ഗേ സോങ് ഇട്ടിട്ട് നിന്റെ റിംഗ് ടോൺ നോക്ക്, നിന്റെ അലോട്ടോൺ നോക്ക്, ഏതാ പാട്ട്? എടാ ഗേപ്പുണ്ട്, എടാ കുണ്ട പട്ടി, നീ ഇവിടെ വന്നിട്ട് നീ ബസ്സിനെ പറയാ നീ ആരാണ്? എടാ എന്നാ വേണ്ടേ അതിന്റെ ഉപ്പാന്റെ അണ്ടി നായിന്റെ പോലെ. ഞാൻ പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് മൊത്തം പൈസ എടുത്ത് ഒറ്റ ഓട്ടോ ഓടി, മൊത്തം അടിയിലാക്കിയിട്ട് ഒറ്റ ഓട്ടോ ഓടി. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ? എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയായിട്ടും എന്താ ചോദിക്കേണ്ടത്, എന്താ പറയേണ്ടതെന്ന് പഠിച്ചില്ലേ ചേച്ചി? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും
തെറ്റ് ചെയ്യാത്തവരാരുമില്ലടാ. എന്നല്ലേ പറച്ചില്. അതുകൊണ്ട് ഇനിയും രമ്യ ചേച്ചി പോലുള്ളവരെ കണ്ടുപിടിക്കാനാണ് ഗൈസ് ഞാൻ പറയുന്നത്. ആദ്യ കൺമണിയുടെ വിട പറച്ചിൽ ഇന്നും എല്ലാ സന്തോഷങ്ങൾക്കും തിരശീല വീഴ്ത്തുന്ന ഒന്നാണ്. ട്രൂ. അതെന്തിനാ അതിനെ കുറിച്ച് പറയുന്നത്? That's really hurting. I'm so sorry ചേച്ചി. I didn't know. It's okay. നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടിപൊളി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? അപ്പോൾ ഗൈസ് എനിക്ക് ഇന്നൊക്കെ മനസ്സിലായത് കുളിസിയും പിടിക്കുന്നതിനും ബസ് വെച്ച് കമ്പി പൊളി ചെയ്യുന്നതിനുമൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനും മൈൻഡ് ചെയ്യാനും ഒക്കെ നാട്ടിൽ ആളുണ്ട്. മൈൻഡ് ഇല്ലാത്ത നമുക്ക് മാത്രമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഒരിക്കൽ കൂടി ലേറ്റ് തന്നെ സോറി. അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം. അത് എൻ്റെ മസാന ചേച്ചിയുടെ വക. ബൈ ഗൈസ്.